പശ്ചിമേഷ്യയിലെ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഇറാനും ഇസ്രായേലും ഏതൊക്കെ മേഖലകളിലാണ് അവരുടെ കരുത്ത് കാട്ടുന്നത് എന്ന് യമീമ മിരിയ ഉമ്മൻ പറഞ്ഞു തരും. പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഇറാൻ ഒരു വശത്ത്, മറുവശത്ത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുതെന്ന താക്കീതുമായി അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേലും. ഈ സാഹചര്യത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്: ഈ പോരാട്ടം എങ്ങനെ സന്തുലിതമാകും? ഇത് തുടർന്നാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇരുവശത്തെയും സൈനിക ശക്തിയും ഇറാന്റെ ഭൂമിശാസ്ത്രവും അടിസ്ഥാനമാക്കി നമുക്കൊന്ന് പരിശോധിക്കാം. ഏകദേശം 9 കോടിയിലധികം ജനസംഖ്യയുള്ള ഇറാൻ ലോകത്തെ 17ാമത്തെ വലിയ രാജ്യമാണ്. അതിനാൽ തന്നെ വമ്പൻ സൈനിക ബലം അവർക്കുണ്ട്. രാജ്യത്തെ സൈന്യത്തിനൊപ്പം ശക്തമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നൊരു സമാന്തര സൈനിക വിഭാഗം കൂടി ഇറാനുണ്ട്. മിസൈൽ സംവിധാനങ്ങളും തന്ത്രപ്രധാന മേഖലകളും കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണിത്. അതൊരു സൈന്യം മാത്രമല്ല, ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 4/1 ഇവരുടെ കൈകളിലാണ്. മറുവശത്ത് ചെറിയ ജനസംഖ്യയുള്ള ഇസ്രായേൽ സ്ത്രീകൾക്കടക്കം നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയിട്ടുണ്ട്. കഠിനവും ആധുനികവുമായ പരിശീലനം നൽകിയാണ് ഇസ്രായേൽ സേനയെ നിലനിർത്തുന്നത്. കൂടാതെ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായി അമേരിക്കയെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പോകുന്ന സ്വാധീനം ജൂത സമൂഹത്തിന് ആ രാജ്യത്തുണ്ട്. എണ്ണത്തിൽ ഇറാൻ മുന്നിലാണ്. എന്നാൽ സാങ്കേതിക ഏകോപനത്തിലാണെങ്കിൽ ഇസ്രായേലും അമേരിക്കയുമാണ് മുൻപന്തിയിൽ. ഇനി വ്യോമശക്തിയും അത്യാധുനിക ആയുധബലവുമാണെങ്കിലോ? ആധുനിക യുദ്ധങ്ങളിൽ വ്യോമാധിപത്യം നിർണായകമാണ്. ഇസ്രായേലിന് സ്റ്റെൽത്ത് ഫൈറ്ററുകളും കൃത്യമായ ഭൂമിയിലിരുന്ന് നിയന്ത്രിക്കാവുന്ന പടക്കോപ്പുകളുമുണ്ട്. അമേരിക്കയ്ക്കാകട്ടെ ആഗോളതലത്തിൽ വിന്യസിക്കാവുന്ന വ്യോമനാവിക ശക്തിയുണ്ട്. ഇറാന്റെ പരമ്പരാഗത വ്യോമസേന പഴക്കമുള്ളതാണെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ആ ന്യൂനത പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. 2500 കിലോമീറ്ററിലധികം ദൂരം താണ്ടാൻ ശേഷിയുള്ള സൗമർ മിസൈലുകൾ വരെ ഇറാന്റെ പക്കലുണ്ട്. പക്ഷേ ഇത്തരം മിസൈലുകളുടെ പ്രഹരശേഷിയിൽ സംശയമുണ്ട്. ഇറാന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരങ്ങളിൽ ഒന്നുണ്ട്. പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിക്കുന്ന മിസൈൽ സിറ്റീസ് എന്നറിയപ്പെടുന്ന അറകളിലാണ് ഇറാൻ അവരുടെ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അതിനെ നേരിടാൻ പല തരങ്ങളിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അയൺ ഡോം. അമേരിക്കയുടെ പിന്തുണയോടെ പേട്രിയറ്റ് മിസൈൽ സിസ്റ്റം പോലുള്ള സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആക്രമണശേഷിയും പ്രതിരോധ ശേഷിയും തമ്മിലുള്ള മത്സരമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ. ഇനി ഭൂമിശാസ്ത്രപരമായി നോക്കിയാലോ? കൂറ്റൻ പർവ്വതങ്ങളാലും നീണ്ടുകിടക്കുന്ന മരുഭൂമിയാലും നിറഞ്ഞ രാജ്യമാണ് ഇറാൻ. ഇറാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്നത് സാഗ്രൂസ് മലകളാണ്. വടക്കു ഭാഗത്ത് ആൽബൂസ് മലകളും. ഈ മലനിരകൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ കരസേന നീക്കങ്ങൾ നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല. ഓർക്കുക, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ കരസേനയ്ക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഇറാൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയും പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വരികയും ചെയ്താൽ വിമതർക്ക് ഒളിപ്പോരാട്ടം നടത്താൻ അനുയോജ്യമായ ഭൂമിയാണിത്. ഇറാന്റെ മധ്യഭാഗത്ത് ഡാഷ്ടി കവീർ, ഡാഷ്ടി ലൂട്ട് പോലുള്ള വിസ്തൃതമായ മരുഭൂമികളുണ്ട്. അതിശക്തമായ ചൂടും സൈനിക നീക്കത്തിനു വേണ്ടുന്ന സപ്ലൈ ലൈൻസ് ദീർഘമാക്കുന്നതും യുദ്ധം ദുഷ്കരമാക്കും. തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് കടലിടുക്ക് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമാണ്. ഇന്ത്യയുടെ അടക്കമുള്ള രാജ്യങ്ങളുടെ നല്ലൊരു ശതമാനം എണ്ണ എത്തുന്നത് ഈ വഴിയിലൂടെയാണ്. ഇവിടെ സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം ലോക സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യക്ഷപ്പെടും. ഇതിനാലാണ് യുദ്ധത്തിൽ എല്ലാ തന്ത്രങ്ങളും പിഴച്ചാൽ ഇറാൻ അവരുടെ തുറപ്പുചീട്ടായ ഈ കടലിടുക്കിനെ ആയുധമാക്കുമോ എന്ന് ലോകം ഭയപ്പെടുന്നത്. സാങ്കേതിക മുൻതൂക്കം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ്. എന്നാൽ ഭൂമിശാസ്ത്ര ആനുകൂല്യം ഇറാനും. ഇതിനു പുറമെ അന്താരാഷ്ട്ര ബന്ധങ്ങളും ദീർഘകാല സഹിഷ്ണുതയും യുദ്ധഫലത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഏതൊക്കെ ഘടകങ്ങൾ ആർക്കൊക്കെ അനുകൂലമാകുമെന്ന് യുദ്ധം മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാകുക. ഓർക്കുക, ഒരു യുദ്ധത്തിലും ആരും തോൽക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം ജയിച്ചവർ തങ്ങൾ പിടിച്ചടക്കിയ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും.